എന്തെല്ലാം മക്കളെ റാത്തല്ലേ. ഇന്ന് ഒരു സേവലറ്റ് വന്നിട്ടുള്ളത്. ഞാൻ ചെറിയ മരം ഇവിടെ കുഴിച്ചിടാൻ പോകും. ഞാൻ ഒരുപാട് മരം 18 വർഷമായിട്ട് ഞാനിവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഒക്കെ കാണിക്കുന്നതിനെ ഞാനിതൊന്ന് ആദ്യം കുഴിച്ചിടട്ടെ. ചെറിയൊരു കുഴിൻ്റെ ആവശ്യമുള്ളൂ. ചെറിയൊരു കുഴി അത്ര കണ്ടുള്ളൂ. ഇത് കാണുമ്പോൾ ചെറിയ മരമാണ്. അതായത് ഏകദേശം ഒരു മാസമൊക്കെയായിട്ട് ഞങ്ങളെ കാണിക്കേണ്ടത് നമ്മളെ കാഫ് മരമാണ്. കാഫ് മരം ഖുർആനിലൊക്കെ പറഞ്ഞ മരമാണ് കാഫ് മരം. അപ്പോൾ ഇത് നമ്മളെ ബോസ് തന്നതാണ്. അതൊക്കെ ഇവിടെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള മരങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കാം. ഓക്കെ. ഇതിൻ്റെ ഓട്ടോമാറ്റിക് വെള്ളം വരുന്നതാണ്. ഇവിടെ കുഴിച്ചെടുത്താൽ പുലർച്ചെ ഒരു 6 മണിക്ക് കറക്റ്റ് വെള്ളം വന്നു കഴിഞ്ഞു. നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് അത് വളരട്ടെ. ഇനി മറ്റു മരങ്ങളൊക്കെ ഞങ്ങളെ കാണിക്കാം. നമ്മളെ ഈ ഡ്യൂട്ടിൻ്റെ അടിയിൽ ഒഴിവ് സമയങ്ങളിൽ ഇതുപോലത്തെ ഓരോ പരിപാടി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളെ കാണിക്കാൻ ഓരോന്നോരോന്നായിട്ട്. ഒരു 18 വർഷമായിട്ട് നമ്മളെ ഡ്യൂട്ടിൻ്റെ ഒഴിവ് സമയങ്ങളിൽ എന്താ ഇതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ച ഇത് 2 ബദത്തിൻ്റെ മരമാണ്. ലോസ് 2 മരം വലുത്. ഏകദേശം ഇത് 18 വർഷമായിട്ടുണ്ട് കേട്ടോ. 18 വർഷം. അതുപോലെ ഈ ലെമണ് ഇത് 18 വർഷമായിട്ടുണ്ട്. അതുപോലെ ഇത് ലെമണാണ്. ലെമൺ ഇതൊക്കെ ഇതുമ്പോൾ ഒരുപാട് ലെമൺ ഉണ്ടാവും കേട്ടോ. ചില്ലറൊന്നുമല്ല, ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. ഇതും 18 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തടി കണ്ടാൽ മനസ്സിലാക്കുക. 18 വർഷം. ഇത് ചിക്കുവിനധികം പ്രായമായിട്ടില്ല. ഏകദേശം ഒരു 10 വർഷം നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവം കഴിഞ്ഞു. വീണ്ടും എന്താണെന്നറിയില്ല, പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കാണുന്നത് മറ്റേ നെബ്ജി, അറബികൾ നെബ്ജി എന്ന് പറയും. വലിയ മരമായിട്ടുണ്ട്. ഇത് 1 വർഷമാവുന്നുള്ളൂ. ഇത് പെട്ടെന്ന് വളർച്ചയുള്ളൊരു സാധനം. പിന്നതുപോലെ നമ്മളെ കാണിക്കാം. ഇത് ലെമണാണ്. ഇതും 18 വർഷമായിട്ടുണ്ട്. ഒക്കെ 18ആണ്. 18 വർഷം കറക്റ്റ് നമുക്കറിയാം. നമ്മൾ വന്നിവിടെ നിന്ന വർഷമാണ് 18. ഇതൊരു മാവാണ്, വലിയ മാവ്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റുള്ള മരം. നല്ലോണം വാങ്ങണ്ടാവട്ടെ. ഇതിൽ നല്ലോണം ഉണ്ടാവും. അതിൻ്റെ മരത്തിൻ്റെ തടി ഞങ്ങൾ കാണിക്കാം. ഉണ്ടോ, 18 വർഷമായിട്ടുണ്ട്. ഇത് 18 വർഷമായ മരമാണ്. നമ്മൾ ഫ്രീ ടൈമിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോരോ പരിപാടികളാണ്. ഈ മരങ്ങളൊക്കെ നമ്മൾ തന്നെ കുഴിയെടുത്ത് ചെയ്തതാട്ടോ. ഇത് ലെമണ്. ഇതും 18 വർഷം ഏകദേശം ആയിട്ടുണ്ട്. ഇത് വെട്ടിയിട്ട് ഇത് തടി കേട് വന്നുപോയി. വെട്ടിയിട്ട് പിന്നെ രണ്ടാമത്തെ തെളിച്ച് വരണം. ഇത് നമ്മുടെ ഇതിൻ്റെ പേര് മറന്നുപോയിട്ടാ. ഇത് ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഈ സാധനത്തിന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഉണ്ടാവും. ഇതിന് പേര് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ മറന്നുപോയതാ. സാധനം ഉണ്ടായിട്ടുണ്ടോ, നല്ലോണം ഉണ്ടാവും. അടുത്ത മരം ഇതൊരു ലോസാണ്. ഇത് ആദ്യം പറയാൻ പറഞ്ഞു. അവിടെയുള്ള 2 ബദത്തിൻ്റെ മരം റെഡാണ്. ഇതൊരു എന്താ പറയുക, യെല്ലോ കളറാണ്. നല്ല രസമാണ് തിന്നാൻ കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ അല്ല തിന്നൽ അറബികൾ. അതിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ മേൽഭാഗം തിന്നൽ നല്ല സാധനമാണ്. അതുപോലെ ഇത് ഏകദേശം ഒരു 10 വർഷമായൊരു മൂച്ചി കേട്ടോ. ആണ് മലപ്പുറം ഭാഷയിൽ മൂച്ചി എന്ന് പറയും. മാവ്. അത് ഇതിൻ്റെ തൈകൾ ഇതുപോലെ കണ്ട, ഇതുപോലെ ചെറിയ തൈകൾ. ഇത് പപ്പായാണ്. പപ്പായൻ്റെ ആ സൈഡിൽ ചെറിയ തൈ ഉണ്ടോ. ആ തൈ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ആയതാട്ടോ. അതൊക്കെ നമ്മളിങ്ങനെ ഈ ഫ്രീ ടൈമിൽ പിന്നെ ചെയ്യുന്നതാണ്. അതുപോലെ ഒരു 10 വർഷമായ ഉറുമാൻ്റെ മരമാണ്. അത് ഞാൻ വെട്ടിക്കളഞ്ഞു.
കീടന്ന് മേലൊക്കെ കരിഞ്ഞു പോയപ്പോൾ വെട്ടിക്കളഞ്ഞു. നല്ലോണം ഉറമാണ്ടായിരുന്നു. ഈ മണ്ണിൽ എല്ലാം ഉണ്ടാവും. ഇവിടെ ഈ കൊടുന്ന് മണ്ണ് ഫില്ല് ചെയ്തല്ല എല്ലാം ഉണ്ടാവും. ഈത്തപ്പഴത്തിൻ്റെ മരമാണ് ഇത്. ഏകദേശം 18 വർഷമായിട്ടുണ്ട്. അന്ന് മറക്കിലൊക്കെ നമ്മൾ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് കുഴിച്ചിട്ടാണ്. ചെറുതായപ്പോട്ടോ, അന്ന് വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് അതിനകത്തൊന്നും ആയിട്ടില്ല. ഇത് ചെറിയതാണ്. ഇതവിടെ ഇപ്പോൾ വില്ലൻ്റെ പുറത്ത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ഒഴിവാക്കിയപ്പോൾ നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണ്. ചെറിയൊരു മരം. പിന്നെ ഉള്ളത് ഒരു മൂച്ചി മാവ്. ഇതും ആ വലുതിൻ്റെ കുരുടുത്ത് മുളപ്പിച്ചുണ്ടാക്കിയതാണ്. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ മാങ്ങ ഉണ്ടാക്കിയിട്ട് ഒറ്റ മാങ്ങ. അത് ആവുന്നുള്ളതായിരിക്കാം. ഈ പ്രാവശ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണിലാണ് അവസാനിക്കും മാങ്ങ. പിന്നെ ഇതാ അതുപോലെ ഞാനത് പറഞ്ഞില്ലേ, ഇതിഞ്ഞ് ഇതുപോലെ 18 വർഷം. ഞാനാണ് ഇങ്ങനെയൊന്നും അറിയില്ല. 18 വർഷമാകുമ്പോൾ വലുതായിട്ട് ഒരെണ്ണുണ്ടാവും. നമ്മളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരേണ്ട. ഇഞ്ഞും ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണിച്ചു തരും. ഇതൊരു ലെമൺ കേട്ടോ. ലെമൺ എന്ന് പറഞ്ഞൊരു സംഖ്യ ലെമൺ ഉണ്ടാവും. ലെമൺ 3 ടൈമായിട്ടുണ്ടാവുക. ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 1-2 മാസം കൂടി കഴിഞ്ഞാൽ ലെമൺ ഉണ്ടാവും. പിന്നെ ആ വില്ലൻ്റെ മുകളിൽ കണ്ടൊരു കല്ലൊട്ടിച്ചിരിക്കണ്. ആ കല്ല് ബാക്കി വന്നതാണ്. ഞാൻ തന്നെ ചെയ്തതാണ്. ഈ മരത്തിൻ്റെ ഒക്കെ ഡിസൈൻ ഉണ്ടല്ലേ, മരത്തിനൊക്കെ ഇതിന് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒഴിവ് സമയങ്ങളിൽ ഞാനെന്നെ ഇങ്ങനെ ചെയ്താണ് കേട്ടോ. ഒരുപാട് വർഷമായി. അതിലൊട്ടിച്ച കല്ല് ബാക്കി വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് എങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇതൊന്നും മണ്ണിൽ ജസ്റ്റ് മണ്ണിൽ ഇങ്ങനെ വെച്ചതാണ്. സിമെൻ്റ് ഒന്നും ഇട്ടല്ല. നല്ല വെയിറ്റുള്ള സാധനമായിരുന്നു. അങ്ങനെ ഒഴിവുള്ള സമയങ്ങളിൽ അങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മളെ ഫേവറേറ്റ് സാധനം മുരിങ്ങ. ആ മുരിങ്ങ മരം നല്ല ഹൈറ്റിലുണ്ടായിരുന്നു. ഞാനത് മുറിച്ച് കളഞ്ഞു. ഉണ്ടാവുന്നുണ്ട്, നല്ല കായ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവനാട്ട ക്ലീൻ ആക്കുന്ന ആൾ, ഓനാണ് ഇവിടെ ഒക്കെ ക്ലീൻ ആക്കൽ. അങ്ങനെയാണ് അപ്പോൾ അവസ്ഥകൾ. ഓക്കെ, ഇത് ഇവിടെ ചെറിയൊരു വീടാണ്. വീടെന്ന് പറഞ്ഞാൽ കുട്ടികൾ കളിച്ചെന്നാണ്. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു സ്റ്റോറാക്കിയിട്ട് വെച്ചാണ്. ഇവിടെ ഇതിന് കൊണ്ടുവരുന്ന വളമൊക്കെ വെള്ളം തട്ടാതൊക്കെ ഇരിക്കാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കൽ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്രവാസ ലോകത്ത്. 20 വർഷമായി പ്രവാസ ലോകത്തിൽ ഒരു 18 വർഷത്തെ കൃഷിയാണിത്. ഒഴിവുള്ള സമയങ്ങളിൽ ഇങ്ങനെ ഓരോന്ന് നട്ടു വളർത്തും. നാട്ടിലും ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ വെക്കട്ടോ ഓരോന്ന്. നാട്ടിൽ പിന്നെ ഉപകാരമുള്ള സാധനങ്ങളായിരിക്കും. ഇവിടെ ഉപകാരമുള്ള സാധനങ്ങൾ തന്നെയാണ്. ലെമണ്, അതുപോലെ മാങ്ങ, ഈത്തപ്പഴം, എല്ലാ ആവശ്യമുള്ള തന്നെയാണ് ഇവിടെ. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മളെ ഒഴിവ് സമയങ്ങളിൽ ചാൻസുള്ള അവസരമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതുപോലെ ഓരോന്ന് വെച്ചാൽ അത് ഹയറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടിയും തോന്നണം. ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.